വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ് മക്കളെ. അപ്പൊ നാളെ എക്സാം ആണ്, ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ കുറെ കുട്ടികളെ കമന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് 2 ഗ്രാഫുകളെ കുറിച്ചിട്ടാണ് പഠിക്കാന്. ഈ 2 ഗ്രാഫുകളെ കുറിച്ചിട്ടും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി? സോ 2 ഗ്രാഫുകൾ എന്ന് പറയുന്നത്, ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ്, കണ്ടല്ലോ നിങ്ങൾ, ST ഗ്രാഫും, മറ്റൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ഇതാ ഇവിടെയാണ്, ടൈം എപ്പോഴും നമ്മൾ X ആക്സിസിലാണ് കൊടുക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പൊ 2 ഗ്രാഫുകളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? ST ഗ്രാഫും VT ഗ്രാഫും. ഈ ST ഗ്രാഫിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഈ ഗ്രാഫുകൾ നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാരെ കണ്ടെത്തുന്നുണ്ട് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, വെലോസിറ്റി കണ്ടുപിടിക്കാം, V=u+at എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ കണ്ടെത്താൻ പറ്റും അല്ലെ. അതുപോലെ ആക്സിലറേഷൻ നമുക്ക് A=v−u/t അങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഓരോരുത്തരെ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് അറിയുമെങ്കിൽ, ഇതൊന്നുമില്ലാതെ ഗ്രാഫുകളിൽ നിന്നും ഇവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരെ നമ്മൾ ഇങ്ങനെ കണ്ടെത്താം. ഇപ്പൊ ഇവിടെ നമുക്ക് എസും ടിയും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റും ടൈമുമാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഇതിൽ നിന്നും വെലോസിറ്റിയെ കണ്ടെത്താം. ഓക്കെ, ഇവിടെ നമുക്ക് വിയും ടിയും ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ആക്സിലറേഷനെ കണ്ടെത്താം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ കണ്ടെത്താം. അങ്ങനെ ഗ്രാഫുകളിൽ നിന്നും നമ്മൾ പലരെയും കണ്ടെത്താണ്. അതിനാണ് നമ്മൾ ഗ്രാഫ് പഠിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ആരിൽ നിന്നാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ST ഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടെത്തിയാൽ വെലോസിറ്റിയെ കാണാൻ പറ്റും. അതായത് ഈ ഗ്രാഫിൽ നിന്നും ഇതിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ, ഗ്രാഫിന്റെ ഷേപ്പ് ചിലപ്പോൾ പല രീതിയിൽ വരും, എന്നാൽ ആ ഷേപ്പിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പ്രവേഗം കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് VT ഗ്രാഫിന് 2 ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. ഒന്ന്, ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം കിട്ടും. അതുപോലെ തന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് ആക്സിലറേഷൻ ത്വരണവും കിട്ടും. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സെറ്റാണല്ലോ? റെഡി? സോ നമുക്ക് ആദ്യം ST ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്. ST ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ S, ഇവിടെ T. S എന്ന് ഉദ്ദേശിച്ചത് പൊസിഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്നൊക്കെ പറയും. സെറ്റാണല്ലോ? സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് പഠിക്കാം. നമുക്കിതാ ഇവിടെ ഒരു ഗ്രാഫ്, അടിപൊളി ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ആരുടെ ഗ്രാഫാന്ന് കൺഫേം ചെയ്യണം. യെസ്, ഇത് ST ഗ്രാഫാണ്. അപ്പൊ മൈൻഡിലേക്ക് വരണം, ST ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും, പ്രവേഗം കിട്ടുമെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 4th സെക്കൻഡ്. 4ാമത്തെ സെക്കൻഡില് ഈ വസ്തുവിന്റെ പ്രവേഗം കണ്ടെത്തുക. അപ്പൊ ഒന്നും അറിയാത്ത കുട്ടി ആകെ കൺഫ്യൂഷൻ ആയി പോകും. എന്റെ റബ്ബേ, നോക്കൂ, ഇവിടെ S തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഇവിടെ ടൈമാണ് തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഗ്രാഫിൽ നിന്ന് ഇത് കണ്ടെത്തുക? ഒരിക്കലും മനസ്സിലാവില്ല അവർക്ക് അല്ലെ. അപ്പൊ നമ്മൾ ട്രിക്ക് മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. 4ാമത്തെ സെക്കൻഡിലെയാണ്. അപ്പൊ എങ്ങനെയാ കണ്ടെത്തുക? കൺഫ്യൂഷൻ ആണോ? നോക്കാം നമുക്ക് അല്ലെ. നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കാം. 4ാമത്തെ സെക്കൻഡിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ 4ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ആ പോയിന്റ് കിട്ടും. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിലുള്ള വെലോസിറ്റി നമുക്ക് കണ്ടെത്താം. അതിന് നമ്മൾ എന്ത് കണ്ടെത്തണം? സ്ലോപ്പ് കാണണം അല്ലെ. സ്ലോപ്പ് കണ്ടാലുള്ളൂ നമുക്ക് വെലോസിറ്റി കിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയാം. സ്ലോപ്പ് സമം വെലോസിറ്റി. ചെരിവ് കണ്ടാൽ പ്രവേഗം കിട്ടും. എങ്ങനെയാണ് സ്ലോപ്പ് കാണുക എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ലോപ്പ് കണ്ടെത്താൻ ഈ ഇക്വേഷൻ, മാക്സിലെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. സോ അതിന് ഇതിൽ എന്തൊക്കെ ഉണ്ട്? y2 x എന്തൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. യെസ്, നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വരയുടെ ഈ ലെങ്ത്തിന്റെ, ഇതുണ്ടോ, ഈ ഒരു വരയുടെ സ്ലോപ്പ് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതി കൊടുക്കണം. ഇതാണല്ലോ തുടക്കം അല്ലെ. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ തുടക്കത്തിന് നമുക്ക് x1 y1 എന്ന് കൊടുക്കാം. x1 y1. ഇയാളെ നമുക്ക് x2 y2 എന്ന് കൊടുക്കാം.
ഓക്കെ. ഇനി x1 y1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഇവിടെ 0 വൈ ആക്സിസിലും ഇവിടെ 0. ഇനി x2 y2 എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് വരക്കുക, അത് എത്രയാണ്? ഇവിടെ 4 ആണ്. ഇനി വൈയിലേക്ക് വരക്കുക, അത് 2 ആണ്. അപ്പൊ നമുക്ക് എല്ലാവരും കിട്ടിയല്ലോ. ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടെത്താം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. സോ y2 എത്രയാണ് നോക്കടാ? ഇതാണ് y2, അതായത് 2 മൈനസ് y1 എത്രയാണ് നോക്കടാ? 0 ആണ്. 0 ഡിവൈഡഡ് ബൈ x2 എത്രയാണ് നോക്കൂ? x2 എന്ന് പറയുന്നത് 4 ആണ്. സോ 4 മൈനസ് x1 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് കിട്ടി 2/4 എന്ന് കിട്ടിയില്ലേ? 2/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ? 2 എത്ര 2 ഉണ്ട്? ഒരു പ്രാവശ്യം. 4 എത്ര 2 ഉണ്ട്? 2. അപ്പൊ 1/2, അതായത് 0.5 മീറ്റർ ബൈ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് അല്ലെ? ഇങ്ങനെയാണ് നിങ്ങളോട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, അതായത് വി ടി ഗ്രാഫ്. വിയും ടിയും. ടി എവിടെയാ വരിക? എക്സ് ആക്സിസിലാണ് എപ്പോഴും വരിക. കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ 2 പോയിന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ പോയിന്റ് സ്ലോപ്പ്, രണ്ടാമത്തെ പോയിന്റ് ഏരിയ. ഈ 2 ആൾക്കാരെയും കണ്ടുപിടിച്ച 2 ആൾക്കാരെ നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 8ാമത്തെ സെക്കൻഡിലെ കാറിന്റെ ത്വരണം കണ്ടെത്തുക. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ 8ാമത്തെ സെക്കൻഡില് ഇവിടെ എത്രയാണ് ഇതിന്റെ ആക്സിലറേഷൻ എന്നാണ് അല്ലെ? അറിയാത്തൊരു കുട്ടി കൺഫ്യൂഷൻ അടിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ അവിടെ നമുക്ക് ആക്സിലറേഷൻ കിട്ടുമെന്ന്, അതായത് ചെരിവ് കണ്ടെത്തിയാൽ ത്വരണം കിട്ടുമെന്ന് നമുക്കറിയാം. സോ ചെരിവ് നമുക്ക് കണ്ടെത്തിയാൽ മതി അല്ലെ? അതിന്റെ മുന്നേ ഏതാണ് ആ പോയിന്റ് എന്നും കൂടെ നമ്മൾ അറിയണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8ാമത്തെ സെക്കൻഡിന്റെ കാര്യമാണ്. സോ 8 എന്ന് മാത്രം അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. അതിലൊന്ന് ഗ്രാഫിലേക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അതാ അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടുമല്ലോ. ആ പോയിന്റ് ആണ് ഈ പറയപ്പെടുന്ന പോയിന്റ്. അവിടെ ഒരു സ്റ്റാർ അങ്ങോട്ട് കൊടുക്കുക. ഇനി ബാക്കി എല്ലാം സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടെത്തണം. അപ്പൊ ദാ ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തതാ? ഇതുപോലെ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഇനി ഇതിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. ഓക്കെ, എങ്ങനെയാ സ്ലോപ്പ് കണ്ടെത്തുക? നമുക്കറിയാം, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ദാ ഇവിടെ ഉണ്ട് അല്ലെ, x1 y1. ദാ തുടക്കത്തിലുള്ള കോർഡിനേറ്റിന് x1 y1 എന്നും അല്ലെ, ഈ കോർഡിനേറ്റിനെ നമുക്ക് x2 y2 എന്നാണ് കൊടുക്കുന്നത്. സോ ഇവിടെ 0 0 ആണ്. ഇവിടെ ആണെങ്കിൽ x2 y2 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ആക്സിസിലെ പോയിന്റ് 8, വൈയിലെ പോയിന്റ് 20. സോ 8,20 എന്ന് എഴുതി കൊടുക്കുന്നു. സോ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, y2 എന്ന് പറയുമ്പോൾ 20. സോ 20 മൈനസ് y1 എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ x2 എത്രയാടാ? 8 അല്ലെ? 8 മൈനസ് x1 എന്ന് പറയുന്നത് എത്രയാണ്? 0. സോ നമുക്ക് എത്ര കിട്ടി? 20/8 അല്ലെ? നമുക്ക് 4 നോക്കാം. 4 20 എത്ര? 4 പോവും, 5 പോവും അല്ലെ? അപ്പൊ 5/8 എത്ര? 4 2. അപ്പൊ 5/2 എന്ന് പറയുമ്പോ 2.5 അല്ലെ? 2.5 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. സെറ്റ് ആണല്ലോ? അപ്പൊ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാ, നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിന് എന്തോ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് അല്ലെ? നോ പ്രോബ്ലം, നമ്മൾ കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അറ്റ് 4th സെക്കൻഡ്? 4ാമത്തെ സെക്കൻഡില് ഈ വസ്തുവിന്റെ വെലോസിറ്റി എത്ര? നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫാ അല്ലെ? ഇത് നമുക്ക് വളരെ ഈസിയാണ്. അപ്പൊ 4ാമത്തെ സെക്കൻഡ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഈ പറയപ്പെട്ട പോയിന്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ പോയിന്റിലുള്ള വെലോസിറ്റി എത്ര അല്ലെ? അപ്പൊ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ എത്രയാണ്? 10 മീറ്റർ ബൈ സെക്കൻഡ്. അപ്പൊ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 12th സെക്കൻഡ്. 12ാമത്തെ സെക്കൻഡില് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമുക്ക് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഏരിയ കണ്ടെത്തിയാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്ന് നമ്മൾ കണ്ടെത്തുക. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതാ 12th സെക്കൻഡ് വരെ നമുക്കറിയാം ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇതുപോലൊരു ത്രികോണാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് അവിടെ സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ കണ്ടെത്താൻ പറ്റും. സോ നമുക്കറിയുന്ന കാര്യം ഞാൻ ഇവിടെ കൊടുത്തിട്ട്, ഇതൊക്കെ നിങ്ങൾ ഗ്രാഫിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹിന്റുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൊടുക്കണം കേട്ടോ. സോ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? ത്രികോണത്തിന് നമുക്കറിയാം 1/2 × BH. അപ്പൊ 1/2 × ബ്രെഡ്ത്ത് നമുക്കറിയാം, ഇത് 12
12 ഹൈറ്റ് നമുക്കറിയാം എത്രയാണ് 15 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 15 കട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ 6 ഇൻറ്റു 15 വി ഗോട്ട് 90. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് നമുക്കറിയാം ദാറ്റ് ഈസ് മീറ്റർ ആണ്. സോ ഹിയർ വി ഗോട്ട് 90 മീറ്റർ ആസ് ദ ഡിസ്പ്ലേസ്മെന്റ്. എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടെത്തിയത് അല്ലേ? ഓക്കെ സെറ്റ്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. വസ്തുവിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ലഭിക്കുന്നത് ഏത് സമയത്താണ്? മലയാളത്തിൽ പറയാം, ഈ വസ്തുവിന് ഏറ്റവും കൂടുതൽ പ്രവേഗം ലഭിക്കുന്നത് ഏത് സമയത്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. സോ ആൻസർ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.